സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. അക്ഷയ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അക്ഷയ, എന്താണ് പൊതുവെ സംസ്ഥാനത്തിന്റെ കാലാവസ്ഥാ സ്ഥിതി? സംസ്ഥാനത്ത് പൊതുവെയായി എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലാണ്. ഈ ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ കവചം സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള മുന്നറിയിപ്പ് സൈറൺ 11 മണിക്കും 11:30ക്കും ഇടയിലുള്ള സമയത്ത് ഈ ജില്ലകളിൽ മുഴങ്ങുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കാസർഗോഡ്, കണ്ണൂര്, പാലക്കാട്, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ ശക്തമായിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂനമർദ്ദ പാത്തിയുടെയും അതുപോലെ തന്നെ ന്യൂനമർദ്ദ മേഖലയുടെയും ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് നിലവിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് വയനാടിന്റെ സാഹചര്യമാണ്. വയനാട്ടിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. അതായത് അതിശക്തമായിട്ടുള്ള മഴയാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു മഴ മുന്നറിയിപ്പ് പ്രകാരം യെല്ലോ അലർട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. എന്തായാലും ഇന്ന് നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. 10 മണിക്കുള്ള മഴ മുന്നറിയിപ്പ് പ്രകാരം അവിടെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലുള്ള മഴ മുന്നറിയിപ്പ് നോക്കുമ്പോൾ നാളെ വരെ മാത്രമേ സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുള്ളൂ. അതിനടുത്തുള്ള ദിവസങ്ങൾ, അതായത് മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. എന്നാൽ മഴയോടൊപ്പം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയോടൊപ്പം കാറ്റിനും അതോടൊപ്പം തന്നെ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് എന്നീ തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് പോകരുത് എന്നുള്ള നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. നിഷാദ്.